തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടത്തിൽ കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തു. കളക്ടർ തഹസിൽദാറിനോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ഇന്നുച്ചയ്ക്ക് 12:15 അപകടം. കറങ്ങിക്കൊണ്ടിരിക്കെ റൈഡ് ഒരു വശത്തേക്ക് ചെരിയുകയും പൊട്ടിവീഴുകയുമായിരുന്നു. കുട്ടികളടക്കം 14 പേരാണ് റൈഡിലുണ്ടായിരുന്നത്. റൈഡിന്റെ പരിസരത്തായി കുട്ടികളടക്കം നിരവധി പേർ നിൽക്കുന്നതായും ദൃശ്യങ്ങളിൽ കാണാം. നാഗർകോവിൽ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് പരിക്കേറ്റത്. മനോരഥി, സീമണി, മാലിനി, ശ്യാം ഡാനിയൽ, റോസ് എന്നിവരാണ് പരിക്കേറ്റവർ. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എന്നാൽ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് പാർക്കിലുണ്ടായത്. റൈഡിന്റെ നിർമ്മാണത്തിൽ മൊത്തം പ്രശ്നം. അപകട സ്ഥലത്തേക്ക് ഒരു വാഹനത്തിന് പോലും കടന്നു വരാൻ പറ്റാത്ത സ്ഥിതി. അപകടം നടന്നിട്ട് ആംബുലൻസ് സൗകര്യമോ ഫസ്റ്റ് എയ്ഡോ പാർക്കിലില്ലായിരുന്നു. ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് ഒരു ആംബുലൻസ് സൗകര്യം അത്യാവശ്യമാണ്. അത് സർക്കാർ അതോറിറ്റികളും കൂടെ അത് ശ്രദ്ധിക്കണ്ടേ? ഇതുപോലെയുള്ള സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തടിസ്ഥാനത്തിലാണ് ലൈസൻസ് കൊടുക്കണമെന്ന്, എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതൊന്ന് പരിശോധിക്കണ്ടേ? അതുപോലെ ഈ റൈഡ് നിങ്ങൾ കണ്ടല്ലോ. ഈ റൈഡ് ഇത്രയും വലിയൊരു റൈഡ് സെറ്റ് ചെയ്തേക്കണത് ഒരു 4.5 ഇഞ്ച് ആംഗ്ലയറിൽ. സുരക്ഷാ വീഴ്ചയിൽ നടപടി വേണമെന്ന് സ്ഥലം MLA ആവശ്യപ്പെട്ടു. ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആൾ ഒരു മാനേജറെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതിനപ്പുറത്ത് ആരാണെന്ന് 5 വർഷം എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ഓഫീസിനും അറിയാൻ കഴിഞ്ഞില്ല. മുമ്പ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ഉള്ള അവസ്ഥ അതാണ്. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ആറ്റിങ്ങൽ DYSP സന്തോഷ് കുമാർ ലൈസൻസ് പുതുക്കിയതിൽ ക്രമക്കേടുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് അറിയിച്ചു. അതൊക്കെ ഇനി റെക്കോർഡുകൾ പരിശോധിച്ചെങ്കിലേ പറയാൻ കഴിയൂ. നമുക്ക് പ്രാഥമികമായത് ഒരു പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ. കൂടുതലായിട്ട് പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയൂ. ഇതിന്റെ അടച്ചുപൂട്ടാനുള്ള എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്? അങ്ങനെ എല്ലാ റെക്കോർഡുകളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു തീരുമാനം എടുക്കും. ഇപ്പൊ തൽക്കാലം ഇന്നത്തെ ഇഷ്യൂ ഉണ്ടായപ്പോൾ തൽക്കാലം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ പാർക്ക് അടച്ചു. പാർക്കിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. അപകടത്തിൽ ജില്ലാ കളക്ടറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മുൻപും ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാത്ത ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന് അധികൃതർ എങ്ങനെ ലൈസൻസ് നൽകി? ഇനിയെങ്കിലും വേണ്ട നടപടി ഉണ്ടാകുമോ? അല്ലെങ്കിൽ മുൻപ് സംഭവിച്ചതുപോലെ വീണ്ടും ലൈസൻസ് നൽകി തുറന്നു പ്രവർത്തിക്കുമോ? ക്യാമറ പേഴ്സൺ ഷമീമിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.